ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു വീടാണ്. 4 സെന്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുവട്ടം നല്ലൊരു ഹൗസിംഗ് കോളനിയാണ്. പന്നിയമ്പാടം, പാലക്കാട് മുണ്ടൂർ റോഡിൻ്റെ ഇടയ്ക്ക് പാലക്കാട് മുണ്ടൂർ റോഡിൻ്റെ ഇടയ്ക്ക് പന്നിയമ്പാടം സ്റ്റോപ്പിൽ നിന്ന് വെറും ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക്. കംപ്ലീറ്റ് ടൈൽസൊക്കെ പതിച്ച് ഫ്രണ്ടൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുറ്റുവട്ടം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബേബി മെറ്റലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും സ്പേസ് കുറവാണ്. ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഫ്രണ്ടിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഓക്കെ. 4 സെൻറ്റ് സ്ഥലത്തിനെ കറക്റ്റായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട്. പുറകിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. തിരുമ്മാനുള്ള കല്ലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ കിണർ കാണുന്നത്, തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് നമുക്കിവിടെ കിണർ കുഴിക്കുകയാണെങ്കിൽ ഇവിടെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കറക്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ബോർവെല്ലാണ്. ഓക്കെ. ഫ്രണ്ടേജ് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്കൊരു സിറ്റ് ഔട്ട് പോർഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസി ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ ഹാള് നല്ല വലുപ്പത്തിലുള്ള നീളത്തിലുള്ളൊരു ഹാളാണ്. ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. ഹാളിലൊരു കർട്ടൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാളിനത് വിസിബിൾ ആകാതിരിക്കും. 2 സൈഡ് ഓരോ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം ഈ കോമൺ ടോയ്ലറ്റായിട്ടും താഴെ 2 ബെഡ്റൂമാണ്. മേലെ ഷെൽഫിനും കാര്യത്തിനൊക്കെ സ്പേസ് ഉണ്ട്. അടുത്ത ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നുണ്ട്. ഈ ബെഡ്റൂം അതിൽ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. ഷെൽഫും കാര്യങ്ങളൊക്കെ ആൾറെഡി ഇതിൽ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. ഓക്കെ. അടുത്ത് നമ്മൾ നേരെ ഹാള് കഴിഞ്ഞാൽ നേരെ ഹാളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡിൻ്റെ റാക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഒരു എക്സ്ട്രാ റൂം എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇത് മേലെ സീലിംഗ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഏരിയ, ഈ കിച്ചണിൻ്റെ ഈ ഭാഗത്തേക്കുള്ള ഏരിയ വന്നിട്ട് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ശരിക്കും. ഓക്കെ. അത്യാവശ്യം ഇവിടെ നല്ല ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മേലെ സ്റ്റെയർ കയറി പോവുകയാണെങ്കിൽ മേലെ സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് ഉള്ളത്. മേലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഫുള്ളായിട്ട് സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പാർട്ടിയോ ഫംഗ്ഷനോ വീട്ടിൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ബാക്കിൽ ഞാൻ പറഞ്ഞ കിച്ചൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏരിയ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്ന പോലുമില്ല. വളരെ സെറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൗസിങ് ഏരിയയാണ്. ശരിക്കും റോഡിൽ നിന്ന് ചെറിയൊരു ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. 100 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ദൂരമേ ഉള്ളൂ വീട് വരയ്ക്കും വരാൻ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ പാലക്കാട് ടു ഒലവക്കോട്, നമ്മളെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മുണ്ടൂർക്ക് വരുന്ന റോഡിലെ മെയിൻ ഹൈവേ ആണ്. ഇപ്പോൾ കോഴിക്കോട് പോകുന്ന ഹൈവേ ആണത്. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു 100 മീറ്ററിൻ്റെ താഴെ മാത്രമേ വീട്ടിലേക്ക് ദൂരമുള്ളൂ. 4 സെൻറ്റ് സ്ഥലമാണ്. പന്നിയമ്പാടം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. 1100 സ്ക്വയർ ഫീറ്റാണ് വീട്. നിങ്ങൾ കണ്ട പോലെ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡും ഒരു കോമൺ ആയിട്ടുള്ള 2 ബെഡ്റൂമുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന റേറ്റ് വളരെ ചെറിയൊരു റേറ്റേ ഉള്ളൂ. 35 ലക്ഷം രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. സോ 35 lakhs ആണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടാകും. ഓക്കെ. താങ്ക് യു ഫ്രണ്ട്സ്.